ഇന്ന് നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രവാചകന്മാരെയും പ്രണമിച്ചുകൊണ്ട് വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ദൈവത്തെ അള്ളാഹു എന്ന് വിളിക്കുന്ന, യഹോവ എന്ന് വിളിക്കുന്ന, പരബ്രഹ്മം എന്ന് വിളിക്കുന്ന, ധമ്മ എന്ന് വിളിക്കുന്ന വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നബിദിനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ക്രിസ്മസിന് നമ്മൾ യേശു ക്രിസ്തുവിനെ സ്മരിക്കുന്നത് പോലെ, ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണനെ പരിചയപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ജയന്തിക്ക് മഹാത്മാഗാന്ധിയെ സ്മരിക്കുന്നത് പോലെ ഓരോ ദിനങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഈ ദിനം നബിദിനമാണ്. മൗലിദ് അൽ നബി എന്നൊക്കെ വ്യത്യസ്ത ഭാഷകളിൽ അതിനെ പറയുന്നു. ഈ ദിനം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ പരിചയപ്പെടാനും അറിയാനും മുസ്ലിം സമൂഹത്തിന് അത് പരിചയപ്പെടേണ്ട ആവശ്യമല്ല, മുസ്ലിം സഹോദരങ്ങൾക്ക് അറിയാം. വിശിഷ്യ ഹിന്ദു, ക്രിസ്ത്യൻ അവിശ്വാസികൾ ബാക്കിയുള്ളവർക്കും അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഒരു ദിനം കൂടിയായി ഇത് വരട്ടെ. എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും ചില കാര്യങ്ങൾ. അറബി ദേശത്താണ് പ്രവാചകൻ ജനിക്കുന്നത്, നമുക്കെല്ലാം അറിയുന്നത് പോലെ. ഒരുപക്ഷെ അറേബ്യ, വുമൺ, വൈൻ ആൻഡ് വാർ, ആ മൂന്ന് കാര്യങ്ങളിൽ അകപ്പെട്ട് ഒരു മൂല്യച്യുതി, ധാർമ്മിക ച്യുതി സംഭവിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ജനനവും ജീവിതവും ഒക്കെ ഉണ്ടാകുന്നത്. എല്ലാ അവതാരങ്ങളും അങ്ങനെയാണ്. അതായത് ആ നാട്ടിൽ ഏതെങ്കിലും മൂല്യച്യുതികൾ ഉണ്ടാകുമ്പോൾ, ഇല്ലായ്മ ഉണ്ടാകുമ്പോൾ, നാശം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാനും പുനഃക്രമീകരിക്കാനും, റീകോൺസ്റ്റിറ്റ്യൂട്ട്, റീജൂവിനേറ്റ്, റിഫോം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവിതം ലോകത്തിലെ തന്നെ, ലോക ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ജീവിതങ്ങളിൽ ഒന്നായി ഒരുപാട് ചിന്തകന്മാർ മറ്റും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സെക്കുലർ, സ്പിരിച്വൽ തുടങ്ങിയ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, ഒരു ഭരണാധികാരിയായിരുന്നു, ഒരു ആത്മീയ നേതാവായിരുന്നു, വ്യത്യസ്ത സമുദായങ്ങളോട് ഏറ്റവും നല്ല ബന്ധം വെച്ച വ്യക്തിയായിരുന്നു. ആ അർത്ഥത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ നമുക്ക് കഴിയണം. അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ പരിചയപ്പെടുത്താൻ കഴിയുന്ന ആൾക്കാരിലൊന്ന് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദന്റെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ വോളിയം 4, അതിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് ഇങ്ങനെ പറയും. എന്തുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി ശേഷം പീസ് ബി അപ്പോൺ ഹിം, PBUH പറയാറുണ്ട്, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് SAW എന്ന് പറയാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു സല്യൂട്ടേഷൻ പോലെയാണ്. ബ്ലെസ്ഡ് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ പ്രവാചകനിൽ പീസ് ഉണ്ടാകട്ടെ. അങ്ങനെ എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഒരു ടെർമിനോളജി ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. പ്രവാചകനെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫിലോസഫേഴ്സിൽ ഒരാളായ ആൾ പറയുന്നത്, പ്രവാചകൻ മുഹമ്മദ് നബി ഈസ് ദ മെസ്സഞ്ചർ ഓഫ് ഇക്വാലിറ്റി, ഓഫ് ബ്രദർഹുഡ് ഓഫ് മാൻകൈൻഡ്, എ ട്രൂ മാസ്റ്റർ ഓഫ് ദി ഡേ ഓഫ് ജഡ്ജ്മെന്റ്. ആ അർത്ഥത്തിൽ എന്നിട്ട് ശ്രീ വിവേകാനന്ദൻ പറയുന്നു, അതായത് പലപ്പോഴും ഇസ്ലാം സ്വോർഡ് കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. അത് ഇക്വാലിറ്റി കൊണ്ടും കമ്പാഷൻ കൊണ്ടുമാണ് ലോക മനസ്സിനെ സ്വാധീനിച്ചത്, ലോക മനസ്സിലേക്ക് എത്തിയത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടും. അതേപോലെ മഹാത്മാഗാന്ധി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, പ്രവാചകനെ കുറിച്ച് വായിച്ചു തീർന്നപ്പോൾ ഇനി എനിക്ക് കൂടുതൽ വായിക്കാനില്ലല്ലോ എന്ന വിഷമം തോന്നിയതാണ്. യങ് ഇന്ത്യയിൽ 1924 മഹാത്മാഗാന്ധി എഴുതുന്നു, I wanted to know the best of one who holds today an undisputed sway over the hearts of millions of mankind. അടുത്ത വരി വളരെ പ്രസക്തമാണ്. I became more than ever convinced that it was not the sword that won a place for Islam in those days in the scheme of life. ഇനി അതായത് വാളുകൊണ്ടല്ല ഇസ്ലാം യഥാർത്ഥത്തിൽ പ്രചരിച്ചത്, അല്ലെങ്കിൽ ഇസ്ലാമിന് ലോക സമൂഹത്തിൽ സ്ഥാനം ലഭിച്ചത്. പകരം എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ റിജിഡ് സിംപ്ലിസിറ്റി, അട്ടർ സെൽഫ് ഇഫേസ്മെന്റ്, അതായത് സ്വാർത്ഥതയില്ലായ്മ, അല്ലെങ്കിൽ സ്വന്തം എന്നുള്ള ചിന്ത മാറ്റി എല്ലാവർക്കും വേണ്ടി എന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്ത, ഹിസ് സ്ക്രൂപ്പുലസ് റിഗാർഡ് ഫോർ പ്ലഡ്ജസ്, അദ്ദേഹം എടുക്കുന്ന പ്രതിജ്ഞകളോടുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ബോധ്യം, ഹിസ് ഇന്റൻസ് ഡിവോഷൻ ടു ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഫോളോവേഴ്സ്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട്, സഹചാരികളോട് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഡിവോഷൻ, അദ്ദേഹത്തോടുള്ള ഡിവോഷൻ മാത്രമല്ല, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഡിവോഷൻ, അദ്ദേഹത്തിന്റെ പേടിയില്ലായ്മ, അദ്ദേഹത്തിന്റെ അബ്സല്യൂട്ട് ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് മിഷൻ, ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസവും അദ്ദേഹത്തിന്റെ മിഷനിലുണ്ടായ പൂർണ്ണമായ വിശ്വാസവും, ഇതാണ് ഇസ്ലാമിനെ ലോക ജനതയ്ക്ക്, പ്രവാചകനെ ലോക ജനതയ്ക്ക് സ്വീകാരനാക്കിയതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രവാചകന്റെ ലൈഫിനെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്, ദ ഗ്രേറ്റർ ജിഹാദ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഈവിളിനെ മറികടക്കുന്നതാണ്, നമ്മുടെ ഉള്ളിലെ തിന്മകളെ ഇല്ലാതാക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലെ സ്വയം നശീകരണത്തിന്റെ, അല്ലെങ്കിൽ ചീത്തയുടെ, തിന്മയുടെ,
കാര്യങ്ങൾ നമുക്ക് ജയിക്കാൻ കഴിയട്ടെ. യഥാർത്ഥത്തിൽ അതാണ് ജിഹാദ് എന്ന മഹത്തരമായ പദവും ആധുനിക കാലത്ത് വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പദം കൂടിയാണ് ജിഹാദ്. ജിഹാദ് എന്ന് പറയുന്നത് ക്രൂസൈഡ് പോലെ, ഹോളി വാർ പോലെ, ധർമ്മയുദ്ധം പോലെ ഒരു ടേമാണ്. അതിനൊരു സ്പിരിച്വൽ ഡയമെൻഷൻ കൂടിയുണ്ട്. നമ്മുടെ ഉള്ളിലെ തിന്മയെ, നെഗറ്റിവിറ്റിയെ, ചീത്തകളെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ആ അതിജീവനത്തിനുള്ള പാതയാകട്ടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പാത. ഈ നബിദിനത്തിൽ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും എല്ലാ മാനവരാശിക്കും നമ്മുടെ പ്രവാചകന്മാരെ, ദൈവദൂതന്മാരെ, അവതാരങ്ങളെ, സ്പിരിച്വൽ ഫിഗേഴ്സിനെ പൊതുവെ അറിയാനുള്ളൊരു ധാരയുണ്ടാകട്ടെ. ദൈവത്തിന്റെ വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ്.